ഹായ്, ഗുഡ് മോർണിംഗ്. ഒരു മലയാളി അപാരതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമാണ് ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അടുക്കളയിലേക്ക് പോവാണ്. ഇന്നത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങി. ആദ്യം തന്നെ ചോറ്, ഇന്നത്തെ റെസിപ്പി ചോറ്, പിന്നെ വട, സാമ്പാർ, അത്രേ ഉള്ളൂ. മോന് വട അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടുപോകാനാണ് ഇഷ്ടം. അവൻ ചോറ് കഴിക്കില്ല. ചോറ് അവൻ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കൊണ്ടുതരും. അത് കാരണം ലഞ്ചിന് അവന് വട, ഇഡ്ഡലി, അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ആക്കി കൊടുക്കാറ്. രാകേഷ് ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യണത്. അപ്പോൾ രാവിലെ തന്നെ വടക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറിനുള്ള പരിപാടികളൊക്കെ നോക്കണം. സാമ്പാർ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇടാറില്ല. ഇവർ വെജിറ്റബിൾസ് ഇട്ടാൽ തന്നെ കഷ്ണങ്ങളൊന്നും കഴിക്കില്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ്. എല്ലാ കഷ്ണങ്ങളൊക്കെ ഇട്ട് ആദ്യം ദാല് വേവിച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ കൂടി ഇട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ, സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഞാൻ ലാസ്റ്റ് ഇതിൽ കുറച്ച് ബേസൻ കടൽമാവ് വെള്ളത്തിൽ അലിയിച്ചിട്ട് ഒന്ന് ചേർക്കും. ജസ്റ്റ് ഒരു ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒന്ന് ആഡ് ചെയ്തിട്ട് അത് ചേർക്കാറുണ്ട്. അപ്പോൾ അതൊരു ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരാറുണ്ട് സാമ്പാറിന്. പിന്നെ മാവയുടെ ഓരോ കോപ്രായങ്ങളാണ്. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കോപ്രാട്ടി കാണിച്ചിട്ട് പോവും. ഇന്ന് വാവയ്ക്ക് സുഖമില്ലായിരുന്നു. വാവ വയറുവേദന ആയത് കാരണം ഇന്ന് പോയില്ല. അപ്പോൾ വാവയ്ക്ക് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലഞ്ചൊന്നും പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വാവ ഇന്ന് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. ഒന്നില്ലെങ്കിൽ അവൾക്ക് കോൾഡ്, പനി ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വയറുവേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഞാൻ ബാർലി വെള്ളം, വയറുവേദന ആയത് കാരണം ബാർലി വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് ബാർലി പൊടി തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് കരിപ്പട്ടി പൗഡർ ചേർത്തിട്ട് കുറുക്കി, ഒരുപാട് കുറുകില്ല, ഒരു ലൈറ്റ് വാട്ടറി കൺസിസ്റ്റൻസിയിൽ കൊടുക്കും. അപ്പോൾ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വാവ കുടിക്കുന്നതിനേക്കാളും കൂടുതൽ മോനിത് ഭയങ്കര ഇഷ്ടമാണ്. സച്ചുന് ഭയങ്കര ഇഷ്ടമാണ്. സച്ചു കുടിക്കും. അവൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ രാകേഷ് റെഡിയായി വന്നിട്ടുണ്ട്. വടയൊക്കെ റെഡിയായി, സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാകേഷ് തന്നെ പാക്ക് ചെയ്തോളും. എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. 7:35 രാകേഷ് ഇറങ്ങും. പിന്നെ കുട്ടികളുടെ ഇവൻ്റെ സ്നാക്സ്, പഴം നെയ്യിൽ ഇത് ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് സ്നാക്സായിട്ട്. അവനത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞില്ലേ, ലഞ്ചിന് അവന് വടയും ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചട്നിയും സാമ്പാറും കൂടെ കൊടുത്തു വിടുകയാണ്. ലഞ്ച് ടവൽ, ഇവർക്ക് ലഞ്ച് ടവലൊക്കെ ഉണ്ട്, ലഞ്ച് ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ ലഞ്ച് ബാഗിലാണ് ഇവർ ലഞ്ച് കൊണ്ടുപോകണത്. അവനെ റെഡിയാക്കൽ ഒരു ടാസ്ക് തന്നെയാണ്. കുറേ സമയം എടുക്കും കേട്ടോ അവനെ റെഡിയാക്കി വിടാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റെഡിയാക്കലാണ് പതിവ്. പിന്നെ വാവയ്ക്ക് പോകണ്ടാത്തതുകൊണ്ട് എനിക്ക് അത്രയും ഇത് കുറഞ്ഞു കിട്ടി. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോവാണ്. അതിനെ കൊണ്ടാക്കിയിട്ട് ഞാൻ വരും. ചെരുപ്പൊന്നും മര്യാദയ്ക്ക് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വാവനെ വഴക്ക് പറയണം. അപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുക്കുകയാണെന്ന്. അപ്പോഴാണ് ചിരിച്ചു കാണിച്ചത്. ഞാൻ എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ വോയിസ് റെക്കോർഡാണ് ചെയ്യണത്. അത് കാരണം അതിൻ്റേതായ ഫ്ലോസ് ഉണ്ടാവും. ഒന്ന് ക്ലീൻ ചെയ്ത് വാ, കേറപ്പാ. ബൈ പറഞ്ഞു. ബൈ.
അപ്പോൾ തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വർക്കുണ്ട്. ഞാൻ ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ സിസ്റ്റർ ഇൻ ലോ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നപ്പോൾ സിസ്റ്റർ ഇൻ ലോ എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ കയറി ക്രെഡിറ്റ് കൺട്രോളറായിട്ട്. നമുക്ക് ഫുൾ ടൈം ജോബൊന്നും അല്ല കേട്ടോ. എന്നുവെച്ചാൽ 9 to 6 ആണ് ടൈമെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് ആറാംസെ വർക്ക് ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മോൾക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അവനും ചെറിയ ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഞാനൊരു ഒരു ഉണ്ട ഉണ്ടാക്കി വയ്ക്കുക, ടാബ്ലറ്റ് പോലെ. അത് നീം, ടർമറിക്, പെപ്പർ ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട്, പൊടികളാണ്, ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉണ്ടകളാക്കി വയ്ക്കുകയാണ്. എന്നിട്ട് വാവിലെടുക്കാൻ പറയാം. കഴിച്ചോ? പിന്നെ സ്പെഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയിട്, തൊണ്ടപ്പുഴ ഇട്, ഇങ്ങനെ ഇട്. നാക്കിൽ കൊണ്ടെടുത്ത് തൊണ്ടയിടണം കേട്ടോ. വെള്ളം കുടിക്കാൻ എനിക്ക് വേഗം ചെയ്തേ. എനിക്ക് പണി ഒരെണ്ണം കഴിച്ചാൽ എന്തെങ്കിലും അറിഞ്ഞോ? പിന്നെന്താ? വെള്ളം കുടിക്കുക. അത് ബാർലി വെള്ളം കുടിക്കുക. സൂപ്പറല്ലേ? ഇനി ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ്. അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിടണം. പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കഴുകാനിടും. അപ്പോൾ ഞങ്ങൾക്കൊരു മെയ്ഡ് വരുന്നുണ്ട് പാത്രം കഴുകാനും അടിച്ച് തുടച്ചിടാൻ വേണ്ടിയിട്ടും. ആഴ്ചയിൽ 3 ദിവസം തുടയ്ക്കും, ബാക്കി എല്ലാ ദിവസവും അടിച്ചിടും, പിന്നെ പാത്രം കഴുകും. അപ്പോൾ മെയ്ഡ് ഉള്ളതുകൊണ്ട് പകുതി പണി കുറവാണ്. ബാക്കി പിന്നെ അടുക്കി പെറുക്കി വെക്കലൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ വീട്ടിലും ഉള്ളതൊക്കെ തന്നെ, നടക്കുന്നതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തൊക്കെ പറയുക. പാത്രങ്ങളൊക്കെ ഒഴിച്ച് കഴുകാൻ ഇട്ട് വയ്ക്കുകയാണ്. വേറെ പാത്രങ്ങളാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും ഭാരം കുറഞ്ഞല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വർക്ക് ചെയ്യാൻ കയറും. പെൻഡിങ് വർക്ക്സ് ഒന്നും വരാണ്ട് നോക്കണം. ഇതിൻ്റെ ഇടയിൽ ഓരോന്ന് അതിൻ്റേതായ സ്ഥാനത്ത് വയ്ക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് മെയ്ഡ് വന്ന് പോയിട്ടാ. മെയ്ഡ് വന്ന് അടിച്ച് തുടച്ചിട്ടിട്ട് പോയി. ഇനി സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വെക്കലാണ് പണി. കുറേ തുണികളും അലക്കാനും അടുക്കി വെക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. എന്ത് രസമല്ലേ ഇങ്ങനെ ഓടി നമ്മളിങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ലൈഫിൽ ശരിക്കും ഇൻ റിയാലിറ്റി ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? എവിടെ എന്താ രസം. എടുക്കുന്നു, പെറുക്കുന്നു, കൂട്ടുന്നു, കൊണ്ടുപോകുന്നു. എല്ലാം പടപടേന്ന് ചെയ്യണല്ലേ? അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഞാൻ എല്ലാം പതുക്കെ തന്നെയാണ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. കുറേ നാളുകളായിട്ട് എൻ്റെ എക്സസൈസ് മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ശരീരത്തിൽ കുറച്ചധികം നാളായിട്ട്, ഒരു വർഷമായിട്ട് ഓരോരോ വേദനകളൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സസൈസ് വളരെ അനിവാര്യമാണ്. വീട്ടുജോലികൾ എപ്പോഴെങ്കിലും എക്സസൈസായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. വീട്ടുജോലികളല്ലേ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്യാസ് ഒന്ന് ലീക്കായി. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ആളെ എമർജൻസി കോൾ ചെയ്ത് വന്നിട്ട് നോക്കാം. അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാക്കിയിട്ട് പോയി. ഒരു വാൽവിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഫിറ്റ് ചെയ്തിട്ട് പോയിട്ടാണ്.
ഇതവരുടെ മോൻ്റെ ഡ്രസ്സും ലഞ്ച് ടവൽസ്, ബനിയൻ, ഇന്നർ, സോക്സൊക്കെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. കാണാൻ രസമുണ്ടായപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ചെയ്യ് പ്രാന്തായി. പിന്നെ ഹായ്, ഇന്നത്തെ ലഞ്ചും കുളിയും തേമാരൊക്കെ കഴിഞ്ഞു. ഞാൻ 2 സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഒന്നല്ല, ഒരു ലോഷൻ, ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ പോലത്തെ ഒരു സംഭവമാണ്. അതിന് വേണ്ടിയത് റോസ് വാട്ടർ വേണം, പിന്നെ ഒരു ഗ്ലിസറിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചു. ഗ്ലിസറിൻ എനിക്ക് തീർന്നു പോയി. അപ്പോൾ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഗ്ലിസറിൻ വാങ്ങിച്ചു വയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു ബോട്ടിൽ നിങ്ങൾ ഇട്ട് വയ്ക്കുക. ഇട്ട് വെച്ചിട്ട് കുളിച്ച ഉടനെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. നല്ല മോയ്സ്ചറൈസേഷൻ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരുപാട് എക്സ്ട്രീം ഡ്രൈനെസ്സിന് ഇത് എഫക്റ്റീവ് ആകുമോ എന്നറിയില്ല. എൻ്റെ ഏകദേശം നല്ലോണം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ അതിന് എനിക്ക് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി, അതിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതുവരെ വേറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അലർജി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. ഒന്നുമില്ല, റോസ് വാട്ടർ പിന്നെന്താ ഗ്ലിസറിനും മിക്സ് ഒരേ അളവിൽ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് എത്ര കട്ടി വേണോ അത്രയ്ക്ക് ഗ്ലിസറിൻ അതിലിടുക. അപ്പോഴാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, നിങ്ങളുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഡ്രൈനസ് വെച്ചിട്ടാണ് തോന്നുന്നു ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരിക. ഡ്രൈനസ് കൂടുന്നതോറും ഗ്ലിസറിൻ്റെ അളവ് കൂട്ടുകയാണ് വേണ്ടത് തോന്നുന്നു. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഫിറ്റ്കറി അഥവാ ആലം എന്ന് പറയും. ഇതിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മൾ അങ്ങാടി കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ 10-20 രൂപയ്ക്ക് കിട്ടുന്നൊരു സാധനമാണ്. നമ്മുടെ മലയാളത്തിൽ സ്ഫടികക്കാരം എന്ന് പറയും. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ, വേർപ്പുനാറ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമാണ്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1-2-3 വർഷം ആയിട്ടുണ്ടാവും. ഇതെനിക്ക് വളരെ എഫക്റ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് വെള്ളത്തിൽ കുളിച്ച ഉടനെ തന്നെ വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ദിവസം മൊത്തം നിങ്ങൾ ഫ്രഷ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നല്ലൊരു സംഭവമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈ 2 സംഭവങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടില്ലാത്തവർ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയും. യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനിത് വാങ്ങിച്ചത് 45 രൂപയ്ക്കാണ് കേട്ടോ. ഒരു 1-1.5 വർഷം മുൻപ് ഇതിന് 25 രൂപയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് 45 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. അങ്ങാടി കടയിലൊക്കെ 10-20 രൂപ തന്നെ ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ റോസ് വാട്ടർ ബഞ്ചാറസിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബഞ്ചാറസ് നല്ലൊരു സ്മെല്ല് ഉണ്ട്, നല്ലൊരു ഫ്രേഗ്രൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർഫ്യൂമിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഗ്ലിസറിന് ഏത് ബ്രാൻഡെങ്കിലും നല്ലത് നോക്കി യൂസ് ചെയ്യാം. നിങ്ങളുടേതായ റിസർച്ച് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാം. ലിഫ്റ്റ് കയറാൻ വന്നിരിക്കുക. എൻ്റെ ഡ്രസ്സ് മുറ്റപ്പോഴും അവനെ വിളിക്കാൻ പോകുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഇടാറ്. കാരണം ഇതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് ഓടി ഇറങ്ങിപ്പോകാം. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് 2 മിനിറ്റ് തന്നെ റെഡി ആയി പോകാനുള്ളൂ. മുടി കെട്ടാനൊരു താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് ബോട്ടില്? ആ ബോട്ടിൽ എടുത്തില്ലേ? അതെ, തൽക്കാലം ഇത് വയ്ക്കുന്നത് നാളെ എടുത്താൽ മതി. ഞാൻ കേറ്. എങ്ങനെയുണ്ട്? ഇത് വേണമെന്നുണ്ടെങ്കിൽ ചോറുണ്ടാലേ തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഓടിപ്പോയി ചോറുണ്ടാക്കുന്നത്. മുട്ടച്ചോറാണ് ഇവിടുത്തെ സ്പെഷ്യൽ. വേറെ ഒന്നും ഇല്ലെങ്കിലും മുട്ടച്ചോറ് കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. മുടിയൊന്ന് കെട്ടി വെച്ചൂടെ?
ചില്ലി ഉണ്ടായിരിക്കുന്നത് കണ്ടോ? ഞങ്ങൾക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ പിക്കിൾസിൻ്റെയൊക്കെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പിക്കിള് നന്നാറിക്ക് വാങ്ങിക്കാറുണ്ട്. നല്ല നല്ല പ്രൊഡക്ട്സാണ് കേട്ടോ. ചെന്നൈയിൽ തന്നെ കിട്ടുന്നതാണ്. മതി മതി. ഇവിടെ ഗാർലിക് പിക്കിൾ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കും. ഇത് നന്നാറി സിറപ്പ്, ഇത് അടിപൊളിയാണ്. രാജ്യത്ത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നന്നാറി സിറപ്പ് വീണ്ടും വാങ്ങിച്ച. താളിപ്പ് വടവം, ഇത് നമ്മൾ കടുക് വറുക്കുന്നതിന് കൂടെ ഇടുന്നതാണ് ഈ താളിപ്പ് വടവം. ഇത് ഉണ്ട പോലെ ഇരിക്കും. ഇതെന്താ നിങ്ങൾക്ക് അത് സാമ്പിൾ ഇടുന്നതാണ് ഗാർലിക് ചില്ലി പൗഡർ. അത് നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല. ഇത്രയും പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും തരുന്നതാണ്. ഇതുപോലൊരു സ്വിച്ചിൽ വയ്ക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ ഇതാണ്. Were you forced to do this? I do not know how to complete. No, hardly I could see. ചേച്ചി ഇതുണ്ടാക്കാ ആ ബ്രൗൺ തെങ്ങ് ചേച്ചി തന്നത് നന്നായി ജ്യൂസാ? അല്ല, ആ ബാർലി വെള്ളം. ഈവനിങ് സ്നാക്കും അവിടെ തന്നെ വട. ഉഴുന്നോടില്ല, ഉഴുന്നോടയ്ക്ക് നമ്മുടെ കോട്ട ഉണ്ടാവും. പക്ഷേ ഇത് ഓട്ടിയില്ലാത്ത ബോണ്ട പോലത്തെ ഉഴുന്നോടെയാണ്. സച്ച് കുടിക്കുന്നത് ബാർലി വെള്ളമാണ്. വാവയ്ക്ക് വയറുവേദനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത്. പക്ഷേ വാവ അത് കുടിക്കുന്നില്ല. സച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ബാർലി വെള്ളം. കുടിക്ക് വാവേ, വേറെ ഉണ്ടാക്കട്ടെ? ദൈവമേ, മഴക്കാർ വന്ന് പോയാ? മഴ വരുമെന്ന് വിചാരിച്ചിട്ട് മഴക്കാർ അങ്ങനെ തന്നെ പോയി. ഒരു മഴയും പെയ്തില്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ വടമയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും വടയാണ്. ഇപ്പോൾ സ്നാക്സിന് ചായക്കും വട തന്നെയാണ്. മൊത്തത്തിൽ വടമയം. അപ്പോൾ ഇന്ന് വടമയ ആയതുകൊണ്ട് ഡിന്നർ നമ്മൾ വിചാരിച്ചു പാസ്ത ഉണ്ടാക്കാമെന്ന്. പിന്നെ മാത്രമല്ല, സച്ചു കുറേ ദിവസമായിട്ട് പറയണം അമ്മ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ പാസ്ത ഉണ്ടാക്കാം. പാസ്ത ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് വരാൻ കുറച്ച് സമയം എടുക്കുകയാണ്. സോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അരി അരച്ച് വെച്ചു നാളത്തേക്ക് ഇഡ്ഡലിക്ക്. പാസ്ത വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വേറെ വലിയ പണിയൊന്നുമില്ല. പാസ്ത വേവിച്ച് വയ്ക്കുക ഫസ്റ്റ് തന്നെ. എന്നിട്ട് പിന്നെ കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തത് ബട്ടറിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വഴണ്ടി വരുമ്പോൾ കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത്, എന്നിട്ട് അതൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ്, പിന്നെ പാൽ ആഡ് ചെയ്യുക. പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഹെർബ്സും കാര്യങ്ങളൊക്കെ, ഓറിഗാനോ, ചില്ലി ഫ്ലേക്സ്, പെപ്പർ, പിന്നെ എന്തൊക്കെ പൊടികൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്യുക. പിന്നെ ചീസ് സ്ലൈസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ പെപ്പർ ആഡ് ചെയ്തു തോന്നുന്നു. പെപ്പർ ആഡ് ചെയ്തു തോന്നുന്നു. എന്നിട്ട് പിന്നെ അവസാനം പാസ്ത ഇങ്ങോട്ട് കമഴ്ത്തുക. പതുക്കെ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഒണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചാൽ അതും കൂടി ഇട്ടു. ഞാൻ പാസ്ത കമത്തി. ഇനി അതങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക, അങ്ങോട്ട് കഴിക്കുക. അത്ര തന്നെ. നമ്മുടെ ഡിന്നർ സാധാരണ 8 മണിക്കൊക്കെ കഴിയാറുള്ളതാണ്. പക്ഷേ ഇന്ന് ഭയങ്കര ലേറ്റായി. 9 മണി കഴിഞ്ഞു. 9-9:15 ആയെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിക്കുന്ന പരിപാടികളിൽ നിന്ന് പിള്ളേർ പാസ്ത ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സച്ചുവിനും വാവയ്ക്ക് പിന്നെ ഓൾറെഡി പാസ്ത പ്രാന്തിയാണ്. അത് കാരണം എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു. രാകേഷിന് പാസ്തയോടൊന്നും വലിയ താല്പര്യമില്ല. ഇനി ക്ലീനിങ് പരിപാടികളാണ്. അതൊരു വലിയ ടാസ്ക്കാണ്. ഇന്നത്തെ എനിക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു. കാരണം എനിക്ക് ക്ലീനിങ് മാത്രമാണ് ഞാൻ ഏറ്റെടുത്തത്. പാത്രം രാകേഷ് കഴുകിക്കോളാമെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ രാകേഷ് വന്ന് പാത്രം കഴുകിയൊക്കെ തരും. ഭയങ്കര റിലീഫാണ്. കാരണം അത്രയും ഭാരം നമുക്ക് കുറഞ്ഞു കിട്ടും. നിങ്ങളുടെ വീട്ടിൽ ഹസ്ബൻഡ്സ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്നോട് വീഡിയോ എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഒരുപാട് അടിയൊക്കെ കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ എടുത്ത് വയ്ക്കുക, അത് റെക്കോർഡായിക്കോട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 10:15 നമ്മൾ കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. അപ്പോൾ ബൈ ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.